ദുഃഖമുള്ളൊരു സമയമാണല്ലോ. ഞാൻ ഇന്നലെ ബെൽഗാം വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ നിന്ന് പെട്ടെന്ന് തിരിച്ച് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നേരിട്ട് പോയി. അവിടെ പോയിട്ട് നമ്മുടെ ഒരു റീത്ത് ഇട്ടു, പ്രാർത്ഥിച്ചു, പുഷ്പാർച്ചന ചെയ്തു, ഇറങ്ങി. പിന്നെ ഉച്ചയ്ക്ക് നമ്മളുടെ ഒരു വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗും ഉണ്ടായിരുന്നു, ഒരു കണ്ടോളൻസ് റെസൊല്യൂഷൻ പാസ്സാക്കാനൊക്കെ. ഇന്ന് രാവിലെ ഇതൊരു അവസാനത്തെ ഒരു അത്ഭുതം പറയാനാണ്. അദ്ദേഹത്തിനെ ഞാൻ ഒരിക്കലും മറക്കില്ല. അദ്ദേഹത്തിൻ്റെ കാരണവും അദ്ദേഹത്തിൻ്റെ സോണിയാഗാന്ധിയുടെ കാരണമാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതുകൂടി. അപ്പോൾ എനിക്ക് വലിയ ഒരു കടമുണ്ട് അദ്ദേഹത്തിന്. അർഹിക്കുന്നൊരു യാത്രയപ്പ് എന്നെ കൊടുക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കുന്നത്, അർഹിക്കുന്നൊരു യാത്രയപ്പ് തന്നെയാണ് രാജ്യം കൊടുക്കുന്നത്. അല്ല, അദ്ദേഹം ഈ രാജ്യത്തിനെ എത്ര വിധത്തിൽ മാറ്റിയെന്ന് നമ്മൾ മറക്കരുത്. ഒരു ട്രാൻസ്ഫോമറ്റീവ് നേതാവായിട്ടാണ് അദ്ദേഹത്തെ കാണേണ്ടത്. നമ്മളുടെ സമ്പാദിക സ്ഥിതിയെ നന്നാക്കി, നമ്മുടെ പാവപ്പെട്ടവരെ എല്ലാ വർഷവും 1 കോടി ആൾക്കാരാണ് BPL താഴെ നിന്ന് കയറ്റി വരാൻ സാധിച്ചത്. അതിനൊപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, പല വിധത്തിലും അദ്ദേഹം ചെയ്ത ഫോറിൻ പോളിസിയിൽ ഇൻഡോ-US ന്യൂക്ലിയർ ഡീലിൻ്റെ കാര്യം, അദ്ദേഹം എങ്ങനെയാണ് ഈ രാജ്യത്തെ സ്ഥാപിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോയത്, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഫുഡ് സെക്യൂരിറ്റി, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി, ഇതെല്ലാം മഹാത്മാഗാന്ധി മൻമോഹൻ സിംഗാണ് കൊണ്ടുവന്നത്. മഹാത്മാഗാന്ധിയുടെ പേരിൽ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അനാവശ്യമായ വിവാദങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ആ വിവാദത്തിൻ്റെ കാലമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഒരു മഹാൻ വ്യക്തിയെ നമ്മൾ ഓർക്കണം. അതാണ് ഇന്നത്തെ